ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് കക്കരി വെച്ചിട്ടുള്ള നല്ലൊരു ജ്യൂസിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ ഭയങ്കര ചൂടാണ്. അപ്പോൾ കക്കരിക്കൊക്കെ വെച്ച് ജ്യൂസ് അടിച്ചാൽ നമ്മളെ ശരീരം തണുപ്പിക്കാനും നമുക്കൊരാശ്വാസം കിട്ടാനൊക്കെ ഒരുപാട് ഉപകാരപ്പെടുന്ന ഒരു വെജിറ്റബിളാണ് കേട്ടോ കക്കരിക്ക. അപ്പോൾ കക്കരിക്ക നമ്മൾ ഈ വെയിറ്റ് ലോസിലൊക്കെ ഒരുപാട് ഉപയോഗപ്പെടുത്തുന്നതാണ്. അപ്പോൾ നമുക്ക് കക്കരി വെച്ചിട്ടുള്ള ജ്യൂസ് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കാൻ നോക്കുക. അപ്പോൾ ഞാനിവിടെ കക്കരി തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് ഒരു ചെറിയ പീസാക്കിയിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ജ്യൂസ് അടിക്കാനുള്ളത് കൊണ്ട് തന്നെയാണ് ഇങ്ങനെ ചെറിയ പീസാക്കിയിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ. പിന്നെ ഒരുപാട് വെള്ളത്തിൻ്റെ അംശം കക്കരിക്കയിലുണ്ടാവുകൊണ്ട് തന്നെ നമുക്ക് ഈ ചൂട് ഭയങ്കരമാണല്ലോ ഇപ്പോൾ. അപ്പോൾ ആ ചൂടിനെ ഒന്ന് ശമിപ്പിക്കാനൊക്കെ കക്കരി ജ്യൂസിന് കഴിയും. നല്ല ടേസ്റ്റുമാണ് കേട്ടോ ഇത് കുടിക്കാൻ, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഞാനിവിടെ കക്കരിക്കൊക്കെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഒരു കക്കരിക്ക കേട്ടോ എടുക്കണം. ഇത് വെച്ചിട്ട് തന്നെ നമുക്ക് ഒരു 5-6-7 ഗ്ലാസ്സൊക്കെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അരിഞ്ഞു വെച്ച കക്കയിലേക്ക് ഇനി ചേർക്കാൻ പോണത് പുതിനൻ്റെ ഇലയാണ് കേട്ടോ. പുതിനൻ്റെ ഇല ഭയങ്കര ഇതാണ്, നമുക്ക് സ്മെല്ലൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ല ഡ്രിങ്ക് ഉണ്ടാക്കാനൊക്കെ പറ്റിയതാണ് കേട്ടോ. അപ്പോൾ നമുക്കതും കക്കരിക്കയും കൂടി ആണ് ഞാനിന്നിവിടെ ജ്യൂസ് അടിക്കാൻ പോണത്. അപ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ച കക്കരിക്ക ഇതുപോലെ മിക്സർ ജാറിലേക്ക് ഇട്ടിട്ട് അതിൽ പുതിനൻ്റെ ഇല ഇതുപോലെ ഒരു പിടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പാലൊഴിക്കുക. എന്നിട്ട് ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. നല്ല ടേസ്റ്റാണ്. ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൊണ്ട് കേട്ടോ. എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. അപ്പോൾ അത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ പീസായിട്ടൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. കക്കരിക്ക ശരിക്കും നമ്മൾ അരച്ചെടുക്കാൻ പറ്റൂല. നല്ലോണം അരഞ്ഞ് കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് അരിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ശരിക്കും അതിൻ്റെ ആ നാരും ഇതൊക്കെ നമ്മൾ കുടിക്കണം എന്നാണ് പറയുക. നമ്മളതിൻ്റെ വേസ്റ്റൊക്കെ ഒഴിവാക്കും. അപ്പോൾ കക്കരിക്കും പുതിനയും വെച്ചിട്ടുള്ള ഈ ഡ്രിങ്ക് നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുകയാണ്. ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. നോമ്പ് പറക്കാൻ നേരത്തൊന്ന് ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റാണ്. നമ്മളെ ശരീരം തണുപ്പിക്കാനൊക്കെ നല്ലോണം നമ്മളെ സഹായിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോക്ക് ലൈക്കും തരണം. ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസുമായിട്ട് ഇനിയും വരണ്ട്. അതുവരെ എല്ലാവർക്കും ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.